കോട്ടയത്ത് അതിശക്തമായി വീശിയ കാറ്റിൽ വ്യാപകമായ നാശനഷ്ടമുണ്ടായി. കുമരകം മേഖലകളിലാണ് ശക്തമായ കാറ്റ് വീശിയത്. യാത്രക്കിടെ ഓട്ടോറിക്ഷ പാടത്തേക്ക് മറിഞ്ഞു. ബൈക്ക് യാത്രക്കാരൻ നിയന്ത്രണം തെറ്റി വീണു. ടോബി ജോൺസൺ ചേരുന്നുണ്ട് കോട്ടയത്തു നിന്ന് വിവരങ്ങളുമായി. ടോബി, പറയൂ. സ്മിത, ശക്തമായിട്ടുള്ള കാറ്റാണ് ഇന്നലെ വീശിയത്. അതുപോലെ തന്നെ മഴയും അതിശക്തമായി തന്നെ പെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും വലിയ നാശനഷ്ടം കോട്ടയം നഗരത്തിലും അതുപോലെ തന്നെ ഈ കുമരകം മേഖലയിലും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഞാനിപ്പോൾ നിൽക്കുന്നത് താഴത്തങ്ങാടിയിലാണ്. താഴത്തങ്ങാടി മീനച്ചിലാറിൻ്റെ തീരത്താണ്. ശക്തമായിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ജലനിരപ്പ് ഉയർന്നു വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇവിടെയാണ് ഇന്നലെ ഒരു മരം കടപുഴകിയത്. നമുക്ക് കാണാം, വലിയൊരു മരമാണ്. ആ മരം റോഡിൻ്റെ സമീപത്ത് നിന്നാണ്. ആ റോഡ് അടക്കം ഇളകി മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാം. ടാർ വരെ ഇളകി കിടക്കുകയാണ്. മരം ആറ്റിലേക്കാണ് കടപുഴകിയത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള ഗതാഗതം സുരക്ഷിതമായിട്ട് വേണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ സൈഡ് ഈ മീനച്ചിലാറിൻ്റെ തീരമാണ്. ആ തീരങ്ങളെല്ലാം ഇടിയുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളോടൊപ്പം ഇവിടെ ചില നാട്ടുകാർ കൂടി ചേരുന്നുണ്ട്. ചേട്ടാ, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ഇന്നലെ വൈകിട്ട് ഒരു 6 മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ചെരിഞ്ഞു പോയത്. കുറേ നാളായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുകയായിരുന്നു. ഈ സൈഡിൽ തിട്ടകൾ ഇടിയുന്നുണ്ടോ? തിട്ടകൾ ഇടിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ റിപ്പറാക്കിക്കൊണ്ടിരിക്കുന്നത്. പള്ളിയുടെ വാതിക്കലും കെട്ടി അതിൻ്റെ അപ്പുറത്ത് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഈ മാവ് പിന്നെ കുറച്ച് നാളായി ചെരിഞ്ഞിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ ഇത് ഇന്നലെ വൈകിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ അത് ഇടിഞ്ഞു പോവുകയും ചെയ്തു. അങ്ങനെയാണ്. അതായത് പല സ്ഥലങ്ങളിലും കോട്ടയം ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ കാറ്റ് വീശിയതിനെ തുടർന്ന് മരങ്ങൾ കടപുഴകുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെയാണ് കുമരകം ഭാഗത്ത് അതിശക്തമായിട്ടുള്ളൊരു കാറ്റ് വീശിയത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഒരു ജോഷി എന്ന് പറയുന്ന ചെങ്ങള സ്വദേശിയുടെ കാറിൻ്റെ ഡാഷ്ബോർഡിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കാണിക്കുക. അതായത് ഒരു ശക്തമായ കാറ്റ് വീശിയതിനെ തുടർന്ന് ഒന്നാം കലിങ്ങിനും രണ്ടാം കലിങ്ങിനും ഇടയിൽ വെച്ച് വാഹനങ്ങളുടെ നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. ഒരു ഓട്ടോറിക്ഷ ഒരു പാടത്തേക്ക് നിയന്ത്രണം വിട്ട് മാറി തെന്നി മാറുന്നൊരു കാഴ്ച കണ്ടു. അതോടൊപ്പം തന്നെ ഒരു ബൈക്ക് യാത്രകനും ഈ ശക്തമായിട്ടുള്ള കാറ്റിൽ അദ്ദേഹത്തിന് നിയന്ത്രണം നഷ്ടമാകുന്ന ഒരു കാഴ്ച കാണാനായി. എന്തായാലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള കാറ്റ് വീശുന്ന ഒരു കാഴ്ച ഈ ജില്ലയുടെ വിവിധ മേഖലകളിലുണ്ട്. ഏതായാലും ബൈക്ക് വീഴുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. എതിർഭാഗത്തു നിന്ന് വന്ന വാഹനങ്ങൾ നിർത്തിയതിനെ തുടർന്ന് വലിയ അപകടമില്ലാതെ രക്ഷപ്പെട്ടു. വ്യാപകമായ നാശനഷ്ടമാണ് കോട്ടയം ജില്ലയിൽ, പ്രത്യേകിച്ച് കുമരകത്ത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യുന്നത്.